കാറ്റത്തി കിളിക്കൊള്ളി പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സുധീഷും ഹരീഷൊക്കെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മളെ സുഭാഷ് ചേട്ടൻ ഇനിയും ഇറങ്ങി പോകുമെന്നൊക്കെയുള്ളൊരു പേടിയുണ്ടൊക്കെ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഹരീഷും സുധീഷും പറയുന്നുണ്ട് ഞങ്ങൾ കിടക്കാം സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഹരീഷ് ഒക്കെ ആണെങ്കിലും നമ്മളെ സുധീഷ് ആണെങ്കിലും നമ്മളെ സുഭാഷ് ചേട്ടനെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ആ ജോത്സ്യം പറഞ്ഞ കാര്യമൊന്നും സുഭാഷ് ചേട്ടൻ ആലോചിക്കേണ്ടന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ജോത്സ്യന്മാരെ വിളിച്ചോണ്ട് വരാം. അപ്പൊ അവര് പറയുമ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ വിശ്വസിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സുഭാഷ് ചേട്ടൻ പറയുന്നത് വിശ്വസിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മള് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് സുധീഷിന്റെ അടുത്ത് നീ അവരുടെ അടുത്ത് കള്ളത്തരങ്ങളൊന്നും പറഞ്ഞു കൊണ്ടുവരില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് ഇല്ല ഏട്ടാ ഞാനും കൂടെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഹരീഷും സുധീഷും കൂടെ പോയിട്ടാണെങ്കിൽ ഒരു 3-4 ജോത്സ്യന്മാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുന്നത് നമ്മളെ ഭാസ്കരനാണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും ജ്യോത്സ്യന്മാരെ കൊണ്ട് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ ഓരോ ജ്യോത്സ്യന്മാരെ വിളിച്ചാണെങ്കിൽ അകത്ത് കയറ്റിയിട്ടാണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ ജാതകമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട് ഈ ജാതകക്കാരൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഈ ജാതകം നല്ല ജാതകമാണ്. ഈ ജാതകത്തിലുള്ള ആളിരിക്കുന്ന സ്ഥലവും നല്ല ഐശ്വര്യമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് കല്യാണ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ജാതകത്തിലുള്ള കല്യാണമൊക്കെ നേരത്തെ നടന്നതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ ജനിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷ് ചേട്ടൻ ഒന്ന് പോടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓരോ ജ്യോത്സ്യന്മാരിലും ഈ വന്ന 4 ജ്യോത്സ്യന്മാരും ഒരേ കാര്യം തന്നെ നമ്മൾ പറയുന്നത് സുഭാഷ് ചേട്ടൻ്റെ ജാതകം നല്ലതാണ്. ഒരു ജ്യോത്സ്യൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ ഇപ്പം സുഭാഷ് ചേട്ടൻ സമാധാനം ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുഭാഷിന് ആ സന്തോഷമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യോത്സ്യന്മാർ 4 പേരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകണം. പോയിട്ട് വന്ന് കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ ദോഷങ്ങളും കാര്യങ്ങളെല്ലാം മാറുമെന്നൊക്കെ എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.